നമ്മുടെ ദീപാവലി ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങാൻ പോവാണ്. ഹൈദരാബാദിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ മറ്റുള്ളവരൊക്കെ പൊട്ടിക്കുന്നത് നോക്കി കുറേ നേരം വെറുതെ ഇരുന്നു. പിന്നെ തക്കടൂന് വേണ്ടി കുറച്ച് കമ്പിത്തിരികളൊക്കെ വാങ്ങിച്ചു വന്ന് കത്തിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഫാമിലിയും റഷീദാൻ്റെ ഫാമിലിയും ഒക്കെ കൂടെ കുറച്ച് സമയത്തേക്ക് അടിപൊളിയായിരുന്നു. കുട്ടികളുള്ളതുകൊണ്ട് തന്നെ പൊട്ടുന്ന സാധനങ്ങൾ, ഒച്ചപ്പാടുള്ള സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ കാണാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഹൈദരാബാദിലെ ആഘോഷങ്ങളുടെ 100% പോലും വരില്ല നമ്മുടെ ആഘോഷം. അത്രയും വലിയ ആഘോഷങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോ വീടിൻ്റെ മുമ്പിലും കുട്ടികൾ കുറേ ദിവസം മുന്നേ തന്നെ പടക്കം പൊട്ടിക്കൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ നാട്ടിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതുപോലെ തന്നെ അടിപൊളിയായിരുന്നു നമ്മുടെ വിഷുവാഘോഷവും. ഇതും അതുപോലെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. നമ്മൾ 2 ഫാമിലീസും കൂടി ആദ്യമായിട്ടാണ് ഇതുപോലൊരു ദീപാവലി ആഘോഷിക്കുന്നത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കണ്ടില്ലേ, റജിനൂഖാൻ്റെ വക ഭയങ്കര മാരകമായ പ്രകടനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ കുട്ടികൾക്കൊന്നും യാതൊരു പേടിയില്ല കേട്ടോ. അവർ നമ്മളെക്കാട്ടിലും വലിയ ത്രില്ലിൽ ആഘോഷിക്കുന്നത്. തക്കുടനൊക്കെ ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പേടിയൊക്കെ മാറി ആളൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും പണ്ട് ദീപാവലി ആഘോഷങ്ങളൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാ വീട്ടിലും ദീപം കത്തിക്കലും പടക്കം പൊട്ടിക്കലും ഒക്കെ ഉണ്ട്. ഈ നാട്ടിലൊക്കെ ആഘോഷങ്ങൾ കാണുമ്പോൾ ശരിക്കും നമുക്ക് തോന്നും ഇനി മുതൽ നമുക്കും ആഘോഷിക്കണം ഇതുപോലെയെന്ന്. ഈ വർഷം എന്തായാലും കഴിഞ്ഞില്ലേ, അടുത്ത വർഷം ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി അടിപൊളിയാക്കണം. ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരാളുടെ മാസ്മരിക പ്രകടനങ്ങളാണ്. അതെന്താ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുമല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ പ്രകടനം. ജോസ്മോൻ്റെ ഈ ഷോയോടുകൂടി നമ്മുടെ 2025 ദീപാവലി സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അവസാനമായിട്ട് നമ്മൾ പടക്കം പൊട്ടിച്ച സ്ഥലമൊക്കെ അടിച്ച് വൃത്തിയാക്കി സാധനങ്ങളൊക്കെ എടുത്ത് നേരെ നമുക്ക് വിടാം. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.